മുഅത്ത യുദ്ധത്തിലേക്ക് സ്വഹാബികളെ അയക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈന്യത്തിന്റെ നേതാവ് സെയ്ദ് ബിൻ സാബിത് വധിക്കപ്പെട്ടാൽ ജഅഫർ ബിൻ അബി താലിബ് നേതൃത്വം ഏറ്റെടുക്കണം. ജഅഫർ കൊല്ലപ്പെട്ടാലോ അബ്ദുള്ള ബിൻ റവാഹ നേതാവാകണം. അദ്ദേഹവും രക്തസാക്ഷിയായാൽ യോഗ്യനായ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും രക്തസാക്ഷികളായി. ആദ്യം സെയ്ദ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ജഅഫർ റളിയല്ലാഹു അൻഹുവും മൂന്നാമത് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും. മുഅത്തയിലേക്ക് പുറപ്പെട്ട ഇസ്ലാമിക സൈന്യം വെറും 3000 പേരായിരുന്നു. റോമൻ സൈന്യത്തിലാവട്ടെ 2 ലക്ഷം സൈനികരും. സമ്പൂർണ്ണ ധീരതയോടെ മുസ്ലിം സൈന്യം പോരാട്ടം നടത്തി മേൽപ്പറഞ്ഞ 3 ചെറുപ്പക്കാരുടെയും ഷഹാദത്തിന് ശേഷം ഖാലിദ് ബിൻ വലീദ് ഈ സൈന്യത്തിന്റെ കമാൻഡറും പുതിയ നേതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മുഅത്തയും അഖ്സയും അത്ര ദൂരത്തല്ല എന്ന ദാർശനിക തലം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഉമ്മത്ത് പേര് നിന്നുപോയ ഉമ്മയല്ല, ഇനിയും ആവശ്യത്തിനുള്ള നേതൃത്വത്തെ കൊണ്ടുവരും. ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം യഹ്യ സിൻവാർ വന്നെങ്കിൽ അതിനുശേഷം നേതൃത്വം നൽകുന്ന മറ്റൊരു നായകൻ വരാതിരിക്കില്ല. ഇദാ സയ്യിദുൻ മിന്നാ ഖല ഖാമ സയ്യിദുൻ ഖഊലുൻ ലിമാ ഖാലൽ കിറാമു ഫഊലു. നമ്മുടെ നേതാവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു നേതാവ് ഉയർന്നു വരും. അദ്ദേഹം നല്ലവർ പറഞ്ഞതും ചെയ്തതും പോലെ പറയുകയും ചെയ്യുമെന്ന് കവി പറഞ്ഞത് ചരിത്രത്തിന്റെ ഈ ചാക്രികതയെക്കുറിച്ചാവും. പ്രതിരോധം നിലനിൽക്കും. ഇസ്ലാമിന്റെ കൊടി വീഴുകയില്ല. ഉമ്മത്തിന് ധീരരായ മക്കൾ നേതാക്കളായി വന്നുകൊണ്ടിരിക്കും. അത് തുടരുമെന്ന് പ്രത്യാശിക്കാം.